നമ്മൾ ഓരോ അമലുകൾ പറയുമ്പോഴും പ്രത്യേകം പറയാറുണ്ട്, കാമിലായ പൂർണ്ണമായ വുളു എടുത്ത് ഏകാന്തമായി ഈ ഇസ്മിനെ ഇത്രയും തവണ ചൊല്ലുക, അല്ലെങ്കിൽ ഈ ആയത്തുകൾ ഇത്രയും തവണ നിസ്കാരത്തിന് ശേഷം ചെയ്യുക, ഹാജത്തിന്റെ നിസ്കാരം കഴിഞ്ഞ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പ്രത്യേകം പറയുന്ന സമയത്ത് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കാമിലായ വുളു എടുത്ത് പൂർണ്ണ ശുദ്ധിയോടുകൂടെ എന്നുള്ളത്. അപ്പൊ പലരും എഴുതി ചോദിക്കാറുണ്ട്, ഉസ്താദ്, ഈ കാമിലായ വുളു എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായ വുളു, ഞങ്ങൾക്ക് എടുക്കുന്ന വുളു അതിന് വ്യത്യാസമുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മള് സാധാരണ ഒരു വുളുവും കാമിലായ വുളുവും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ വുളു പെട്ടെന്ന് എടുത്തങ്ങ് വരും. പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ച് വുളു എടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലങ്ങളുണ്ട്. വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു വുളു കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലായിട്ടുള്ള വെള്ളം ഉറ്റി വീഴുന്നതിനനുസരിച്ച് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഓരോ സുന്നത്തുകളും പാലിച്ച് വുളു എടുക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയേണ്ടി വരും, ധാരാളം സമയം ആവശ്യമായി വരും. അപ്പോൾ വുളു എടുക്കുന്ന സമയത്ത് കാമിലായ വുളു എടുക്കുമ്പോൾ നമ്മൾ എല്ലാ സുന്നത്തുകളും പാലിക്കണം. അപ്പൊ അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എങ്ങനെയാണ് കാമിലായ വുളു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ അതിലൊരുപാട് തവണകളിലായിട്ട് നമ്മൾ പറഞ്ഞു കാമിലായ വുളു എടുക്കുക. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്ന ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ വിളിക്കാൻ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ആ സമയം പാലിച്ച് തന്നെ വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് നേരത്തെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. ബോധപൂർവം ആരുടെയും നമ്പർ എടുക്കാതിരിക്കുകയോ ആരുടെയെങ്കിലും എടുക്കുകയോ ചെയ്യുന്നില്ല എന്നറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, പലപ്പോഴും ബിസി കാണിക്കും. അപ്പൊ 20-30 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്താലേ ചിലപ്പോഴൊക്കെ കിട്ടുള്ളൂ എന്ന് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വുളു നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഫർളുകൾ മാത്രം എടുത്ത് സമയക്കുറവുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വുളു എടുക്കുക. എപ്പോഴും വുളു എടുക്കുമ്പോൾ പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ചിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ തിരക്കുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് പൂർണ്ണമായ അതിന്റെ ഏറ്റവും പരിഗണിക്കേണ്ട ഭാഗങ്ങളൊക്കെ നിർബന്ധമായത് മാത്രം പരിഗണിച്ച് വുളു എടുത്ത് വേഗം നിസ്കരിക്കാവുന്നതാണ്. ഇപ്പോൾ ഫർള് ഖളാ ആകും, നമ്മുടെ ളുഹർ ഖളാ ആകും. അപ്പോൾ ളുഹർ ഖളാ ആകാനുള്ള സമയം ആകെ 5 മിനിറ്റേ ഉള്ളൂ. എന്നാൽ പെട്ടെന്ന് വുളു എടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടെ പരിഗണിക്കാൻ സമയം ഉണ്ടാവില്ല. 3 തവണ ചെയ്യേണ്ടതൊക്കെ ചിലപ്പോൾ 1 തവണ ചെയ്യേണ്ടി വരും. 1 തവണ ചെയ്യലാണല്ലോ ഫർള്, ബാക്കിയുള്ളത് സുന്നത്താണല്ലോ. അങ്ങനെ അപ്പൊ നമ്മൾ പൂർണ്ണമായ സുന്നത്ത് പാലിച്ച് വുളു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 2 രൂപത്തിലുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കിയത് കാമിലായ വുളു എടുക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് അങ്ങനെയാണോ മനസ്സിലാക്കിയത്? കാമിലായ വുളു എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വുളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യലില്ല. അപ്പൊ ബ്രഷ് ചെയ്താൽ അതിന്റെ സുന്നത്ത് കിട്ടി, ആ സുന്നത്ത് കിട്ടും. അപ്പോ ആ ഒരു സുന്നത്തോടു കൂടെ അത് കിട്ടി. അങ്ങനെ ചില സുന്നത്തുകൾ മാത്രം പരിഗണിച്ചു. എന്നാൽ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അപ്പൊ സുന്നത്തായ ഒന്നാണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ അന്ന ശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളു. എന്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളു, ഓരോ വുളുഇന്റെ സന്ദർഭത്തിലും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ നമുക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന കരുതിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് കൊണ്ട് കൽപ്പിക്കാതിരുന്നത്, ബ്രഷ് ചെയ്യാൻ വുളുഇന്റെ മുമ്പ്. അപ്പോ നമ്മളത് പരിഗണിക്കേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പല സന്ദർഭങ്ങളിലും ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി മനസ്സിലാക്കണം. ബ്രഷ് ചെയ്യലൊരു സുന്നത്താണ്, മിസ്വാക്ക് ചെയ്യല്. ആ മിസ്വാക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളുണ്ട്. മിസ്വാക്ക് ബ്രഷ് ചെയ്യലൊരു സുന്നത്താണ്. ആ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. അങ്ങനെയുള്ള 21 സുന്നത്തുകൾ നമ്മൾ പറയുന്നുണ്ട്. ആ 21 സുന്നത്തുകളും ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, നിങ്ങളൊക്കെ പാലിക്കണം. വലിയ പ്രതിഫലം ലഭിക്കും. മുത്തുനബി തങ്ങളുടെ ഒരു ഹദീസ് നമ്മളിപ്പോ കേട്ടല്ലോ. നമുക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ എല്ലാ സമയത്തും വുളു എടുക്കുമ്പോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന കരുതിയോണ്ട് അങ്ങനെ കർശനമായി പറയാതിരുന്നതാണ്.
അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് മുത്തുനബി തങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളത് ചെയ്യണ്ടേ. അപ്പൊ ആ ബ്രഷ് ചെയ്യുമ്പോൾ കേവലം അങ്ങ് ബ്രഷ് ചെയ്ത് ഒഴിവാക്കുന്നതിന് പുറമെ ആ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട 21 സുന്നത്തുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പൂർണ്ണമായും കൃത്യമായി ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളൊക്കെ പറയുന്ന അമലുകള് വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ, നല്ല ഫലം ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? വുളു എടുക്കുന്ന സമയത്ത് കാമിലായ വുളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു സുന്നത്താണ്, അത് ഫർദല്ല. ആ സുന്നത്തായ കർമ്മം ചെയ്യുന്നതിൽ പാലിക്കേണ്ട എത്ര സുന്നത്തുകൾ? 21 സുന്നത്തുകൾ. അൽഹംദുലില്ലാഹ്, വളരെ ആത്മാർത്ഥതയോടുകൂടെ കേൾക്കുക. എന്നിട്ട് ഇതൊക്കെ നിസ്സാരമായതാണ്. നിസ്സാരമായതാന്ന് പറഞ്ഞാല് വലതു കൈ കൊണ്ട് തേക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടക്കത്തിൽ നിയ്യത്ത് വെക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് 21 എന്ന് പറഞ്ഞ വലിയ ഇടങ്ങറുള്ള സംഭവം ഒന്നല്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 21 സുന്നത്തുകൾ നമുക്ക് പഠിക്കാം. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താം. അങ്ങനെ ഓരോ സുന്നത്തുകളും പകർത്തിയിട്ട് കാമിലായ വുളു എടുത്ത് നമുക്ക് നമ്മുടെ ആ അമലുകളൊക്കെ ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പൊ 21 സുന്നത്തുകളിലെ ആദ്യ സുന്നത്ത് എന്ന് പറയുന്നത് നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വുളു എടുക്കുമ്പോൾ മുഖം കഴുകുന്ന സമയത്ത് വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുന്നത്തുകൾ നിയ്യത്തുകൾ വെക്കാറുണ്ടല്ലേ. അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് സുന്നത്ത് നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. അപ്പൊ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒന്നാമത്തെ സുന്നത്ത് എന്താണ്? നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്, നിയ്യത്ത് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ടത്? സുന്നത്തായ മിസ്വാക്ക് കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു ബിൽ ഖൽബ്, അത് മനസ്സിൽ കരുതലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ പറയേണ്ട ആവശ്യമില്ല, പറയൽ എന്തിനാണ്? ആ കരുത്തിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ല, പറയല് സുന്നത്താണ്. പല നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉസല്ലി ഫർളുൽ ളുഹ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല നിയ്യത്ത് വെക്കും. ളുഹ്ർ എന്ന 4 റക്അഅത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു. ഇത് പറയല് സുന്നത്തില്ല അല്ലെ, പറയല് സുന്നത്തുള്ളൂ, അത് കരുതലാണ് നിർബന്ധം. അപ്പൊ ഈ പറയല് സുന്നത്തായത് എന്തിനാ? ആ കരുത്ത് നമ്മുടെ മനസ്സിലൊന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ മിസ്വാക്ക് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നിയ്യത്ത് വെക്കുക. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? സുന്നത്തായ മിസ്വാക്ക് കർമ്മം ഞാൻ നിർവഹിക്കുന്നു. അത് നാക്കുകൊണ്ട് പറയാം. അതെന്തിനാ? നമ്മുടെ മനസ്സിൽ അതങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് അതാണ്, നിയ്യത്ത് വെക്കുക എന്നുള്ളതൊരു സുന്നത്താണ്. ആ നിയ്യത്ത് വെക്കുന്ന ആ സംഭവം മനസ്സിൽ കരുതുന്നത് നാക്കുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് രണ്ടാമതൊരു സുന്നത്താണ്. നാക്കുകൊണ്ട് കരുതുക എന്നുള്ളത് നാക്കുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് രണ്ടാമതൊരു സുന്നത്താണ്. നാക്കുകൊണ്ട് കരുതുക എന്നല്ല, നാക്കുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് പല്ലുകൾക്കിടയിലുള്ളതൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ എന്തെങ്കിലും ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ഒഴിവാക്കി കളയുക എന്നുള്ളത് അത് ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള സുന്നത്താണ്. പിന്നെ ഈ ഒഴിവാക്കി കളയുന്നത് നാലാമത്തത്, ഈ പല്ലുകൾക്കിടയിലുള്ളതൊക്കെ ഒഴിവാക്കി കളയുന്നത് വലതു കൈ കൊണ്ടാവുക എന്നുള്ളതും പ്രത്യേക സുന്നത്താണ്. ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വസ്തു കൊണ്ട് തന്നെ അത് ഒഴിവാക്കി കളയുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ്. അപ്പോ ആ രൂപത്തിലുള്ള ചില മിസ്വാക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ബ്രഷുകളൊക്കെ ആ രൂപത്തിൽ വാങ്ങിക്കാൻ കിട്ടും. ബ്രഷ് ചെയ്യുന്നത് വലത് കൈ കൊണ്ടാവുക, അതാണ് ആറാമത്തെ സുന്നത്ത്. ബ്രഷ് ചെയ്യുന്നത് വലത് കൈ കൊണ്ടാവുക. ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്തും ബാക്കി വിരലുകൾ മുകൾ ഭാഗത്തും വരുന്ന രൂപത്തിൽ ബ്രഷ് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ചെറുവിരലും തള്ളവിരലും, ഇതിപ്പോ ഒരു പെന്നാണ്, ചെറുവിരലും തള്ളവിരലും, അപ്പൊ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഈ രൂപത്തിൽ ബ്രഷ് പിടിക്കുക. ഇപ്പൊ ഈ 3 വിരല്, ചെറുവിരലും തള്ളവിരലും ഇപ്പൊ ബ്രഷിന്റെ താഴെയാണുണ്ടല്ലോ, ബ്രഷിന്റെ താഴെയാണ്. ഇതൊരു പെന്നാണ്, കാണുന്നുണ്ടോന്നറിയില്ല. ഈ 3 വിരലുകള് അത് ബ്രഷിന് മുകളിലാവും. എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. നമ്മളൊക്കെ ഇത് പിടിച്ച് ശീലായി. ഇങ്ങനെ ഈ തള്ളവിരലും ചെറുവിരലും ഇതിന്റെ താഴെ ആയാൽ മതി, ബ്രഷിന്റെ താഴെ ആയാൽ മതി.
എന്നിട്ട് അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യലാണ് സുന്നത്തായ രൂപം. അപ്പൊ അങ്ങനെ താഴെ ആവുന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആകുന്നത് ആ രൂപത്തിൽ ബ്രഷ് പിടിക്കുക. നിങ്ങളൊക്കെ അങ്ങനെയാണ് ബ്രഷ് പിടിക്കാറുള്ളത്. പ്രത്യേക സുന്നത്താ. ഫിഖിന്റെ കിതാബുകളിലൊക്കെ നമ്മുടെ ഇമാമുമാരൊക്കെ പ്രത്യേകം പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെയാണ് ചെറുവിരലും തള്ളവിരലും ആ രണ്ട് വിരലുകളും ബ്രഷിന്റെ താഴ്ഭാഗത്ത് വരുന്ന രൂപത്തിൽ പിടിക്കാം. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ബ്രഷ് ചെയ്യാം. അപ്പൊ ഇത് പിന്നെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഏത് രൂപത്തിലാണ് നമുക്ക് കംഫർട്ടബിൾ. ഇപ്പൊ ഞാനിപ്പോ ഈ പിടിച്ച രൂപവും ശരിക്ക് തള്ളവിരലും ചെറുവിരലും ബ്രഷിന് താഴെയും ബാക്കിയുള്ള മിഡിലുള്ള 3 വിരലുകളും ബ്രഷിന് മുകളിലാണ്. അപ്പൊ ഈ രൂപത്തിൽ പിടിച്ചിട്ട് ബ്രഷ് ചെയ്യാം. അത് പ്രത്യേകം സുന്നത്താണെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. 7ാമത്തെ സുന്നത്ത് നമ്മൾ പറഞ്ഞു, ബ്രഷ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട സുന്നത്ത്. 8ാമത്തത് പല്ല് വീതിയിൽ തേക്കുക എന്നുള്ളതാണ്. വീതിയിൽ തേക്കുക, എല്ലാ ഭാഗങ്ങളിലും ബ്രഷ് ചെയ്യല് എത്തുക, പല്ലിന്റെ എല്ലാ ഭാഗങ്ങളിലും. നാവ് അത് തുടക്കുക. നാവ് തുടക്കുന്നത് നീളത്തിലാവുക. നാവ് ക്ലീൻ ചെയ്യുക, ഇങ്ങനെ തുടച്ചിട്ട് ക്ലീൻ ചെയ്യുക, അത് നീളത്തിലാവുക. അപ്പോ ബ്രഷ് പല്ലുകൾ തേക്കേണ്ടത് ഇങ്ങനെ വീതിയിലും, നാവില് നമ്മൾ ചെയ്യുന്നത് അത് നീളത്തിലാവുക. അപ്പൊ നാവ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതൊരു സുന്നത്താണ്. നാവ് തുടക്കുന്നത് നീളത്തിലാവുക എന്നുള്ളത് അത് പ്രത്യേകമായ മറ്റൊരു സുന്നത്താണ്. മിസ്വാക്ക് കൊണ്ട് അണ്ണാക്കിൽ മൃദുലമായിട്ട് ഉരയ്ക്കുക. അറാക്ക് സുഗന്ധമുള്ള മരക്കമ്പ്, മറ്റു മരക്കമ്പ്. അപ്പൊ ഏറ്റവും പ്രധാനമായ സുന്നത്തിന് പരിഗണിക്കേണ്ടത് അറാക്കാണ്. അറാക്ക് ഇപ്പോ ഉംറക്ക് പോകുന്നവരും മറ്റൊക്കെ കൊണ്ടുവരും. സൗദിയിൽ നിന്ന് വരുന്നവരും പല രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവരും അറാക്ക് കൊണ്ടുവരും. അറാക്ക് ഉപയോഗിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അറാക്ക് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നവരുണ്ടോ? അത് സുന്നത്തിന് വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വേറെ സമയത്തൊക്കെ ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിലും അറാക്ക് ഉപയോഗിച്ച് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ബ്രഷ് ചെയ്യണം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ്. നിങ്ങളുടെയൊക്കെ കയ്യിൽ സ്വന്തമായിട്ട് അറാക്കുണ്ടോ? അതവിടെ ഇങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ ഷെൽഫിലെവിടെയെങ്കിലും വെക്കാനുള്ളതല്ല. അതിങ്ങനെ ഉപയോഗിച്ച് ശീലായി വരണം. അതൊരു പ്രത്യേക സുന്നത്താണ്. അറാക്ക് ഉപയോഗിച്ച്, അല്ലെങ്കിൽ പിന്നെ സുഗന്ധമുള്ള മരക്കമ്പാവാം, അതുമില്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മരക്കമ്പുകളാകാം, അതുപയോഗിച്ച് ബ്രഷ് ചെയ്യല് പ്രത്യേകം സുന്നത്തുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഓർഡർ അതില് പ്രധാനപ്പെട്ടതാണ്. അറാക്കാണ് ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ സുഗന്ധമുള്ള ഏതെങ്കിലും മരക്കമ്പുകൾ, അതുമില്ലെങ്കിൽ പിന്നെ വെറും മരക്കമ്പ് ഇങ്ങനെ ഉപയോഗിക്കാം. 14ാമത്തെ സുന്നത്ത് ബ്രഷ് ഒരു ചാണിനേക്കാൾ വലിപ്പമേറാതിരിക്കുക എന്നുള്ളത്. മഹാന്മാർ കിതാബില് കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ചാണിനേക്കാളും വലിപ്പമേറാതിരിക്കുക. അപ്പൊ നമ്മുടെ ബ്രഷൊന്നും അത്ര ലെങ്തിലുള്ളതാവല്ല, അതൊക്കെ ചെറുതാണ്. അപ്പൊ ഒരു ചാണിനേക്കാളും. ഇപ്പൊ നമ്മളൊക്കെ ബ്രഷ് പിടിക്കുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ അങ്ങനെ പ്രാക്ടീസ് ആയിപ്പോയി. എപ്പോഴും നമ്മളിങ്ങനെ ബ്രഷ് പിടിക്കലേ ഇല്ല, അങ്ങനെ കിട്ടലേ ഇല്ല നമ്മുടെ കയ്യിൽ. കാരണം അത് പണ്ട് ദർസ് പഠിക്കുന്ന കാലം മുതലേ നമ്മുടെ ഉസ്താദുമാരൊക്കെ സുന്നത്തുകൾ പറഞ്ഞെന്ന് നമ്മൾ എടുക്കുന്നതന്നെ അങ്ങനെ ശീലായിപ്പോയി. ശീലായത് പിന്നെ മാറിക്കിട്ടാൻ കുറച്ച് പ്രയാസം. അങ്ങനെ ശീലായിപ്പോയി, പിടിക്കുന്നതന്നെ അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ഡ്രസ്സിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളൊക്കെ നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ ബ്രഷ് ഒരു ചാണിനേക്കാൾ വലിപ്പമേറാതിരിക്കുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. തേക്കുന്നതിന്റെ, ബ്രഷ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ബ്രഷ് നനയ്ക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ്. അത് 15ാമത്തെ സുന്നത്ത്. 16ാമത്തെ ബ്രഷ് വായിൽ വെച്ച ശേഷം ഉരക്കുന്നതിന്റെ മുമ്പ്, ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് ഉമിനീര് ഇറക്കുക എന്നുള്ളതാണ്. അപ്പൊ ബ്രഷ് വായിൽ വെച്ച ശേഷം അതിങ്ങനെ ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് അല്പം അതിൽ നിന്ന് ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇറക്കുന്നോണ്ട് ഒരുപാട് ഗുണങ്ങൾ മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് അത് ശിഫയാണ്. മരണമില്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാണെന്ന് കിതാബുകളിൽ അത് കാണാം, പ്രത്യേകമായിട്ട് എഴുതി വെച്ചത് കാണാൻ പറ്റും. അപ്പോ അത് പ്രത്യേകം. പിന്നെ എന്തിനാണ് ഇത് ഇങ്ങനെ ഇറക്കുന്നതിലുള്ള ഹിക്മത്ത് എന്താണ്, ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല.
അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് ബ്രഷ് വായിൽ വെച്ച ശേഷം അല്പം ഉമിനീര് കുറച്ച് ഇറക്കുക എന്നുള്ളതാണ് ഉള്ളിലേക്ക്. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് രോഗങ്ങൾക്ക്, മരണമില്ലാത്ത രോഗങ്ങൾക്കൊക്കെ ശിഫയാകാനും രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനൊക്കെ കാരണമാകുമെന്ന് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇമാമുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. 17ാമത്തെ ബ്രഷ് ഇങ്ങനെ ഈമ്പാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ടാവും, അത് ഈമ്പാതിരിക്കുക എന്നുള്ളത്. 18 പല്ലിന്റെ വലതുഭാഗം കൊണ്ടാണ് ബ്രഷ് ചെയ്യൽ ആരംഭിക്കേണ്ടത്, വലതുഭാഗം കൊണ്ട്. അപ്പൊ പല്ലിന്റെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക. 19 സുന്നത്തായ രൂപം, സുന്നത്തായ രീതി സ്വീകരിക്കുക. സുന്നത്തായ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ബ്രഷ് ചെയ്യേണ്ട സുന്നത്തായ രീതി, വലതുഭാഗം കൊണ്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അങ്ങ് വലതുഭാഗം കൊണ്ട് തുടങ്ങില്ല. നമ്മൾ ബ്രഷ് കൃത്യമായി കയ്യിൽ പിടിക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്തും ബാക്കിയുള്ള 3 വിരലുകൾ അത് ബ്രഷിന്റെ മുകൾ ഭാഗത്തും ആകുന്ന രൂപത്തിൽ പിടിച്ച് വലതുഭാഗത്തിന്റെ പല്ലിന്റെ മുകളിലത്തെ നിര, മുകളിലും വലതുഭാഗത്തിലും മുകളിലും താഴെയും പല്ലുകൾ ഉണ്ടല്ലോ, അപ്പൊ മുകളിലത്തെ നിരയിലെ പുറഭാഗം ആദ്യം തേക്കുക. അത് കഴിഞ്ഞിട്ട് പുറംഭാഗം തേച്ചതിന് ശേഷം പുറവും ഉള്ളും മധ്യഭാഗവും ആദ്യം തേക്കുക. അപ്പൊ പുറഭാഗം തേക്കാം, പിന്നെ ഉള്ളു തേക്കാം, മധ്യഭാഗം തേക്കാം, ഉള്ളു തേക്കാം. ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ പ്രകാരം തന്നെ തേക്കണം. അപ്പൊ പുറഭാഗം, മുകളിലത്തെ നിരയിലെ പുറഭാഗം ആദ്യം തേച്ചിട്ട് ഉൾഭാഗം തേക്കുക, പിന്നെ മധ്യഭാഗം തേക്കുക. ഇതാണ് അതിന്റെ ഓർഡർ. അതിനുശേഷമാണ് താഴ്ഭാഗത്തേത് പുറംഭാഗം തേക്കുക, പിന്നെ ഉൾഭാഗം തേക്കുക, പിന്നെ മധ്യഭാഗം തേക്കുക. അപ്പൊ കൃത്യമായിട്ട് രൂപം മനസ്സിലായല്ലോ. ബ്രഷ് എടുത്ത് നമ്മൾ ആദ്യം മുകളിലത്തെ നിരയിലുള്ള പുറംഭാഗം തേക്കുക, പുറംഭാഗത്ത് തേക്കുക, എന്നിട്ട് മധ്യഭാഗം തേക്കുക, എന്നിട്ട് ഉൾഭാഗം തേക്കുക. താഴെയുള്ളത് അതേപോലെ തന്നെ, ആദ്യം പുറംഭാഗം തേക്കുക, പിന്നെ ഉൾഭാഗം തേക്കുക, മധ്യഭാഗം തേക്കുക, ഉൾഭാഗം തേക്കുക, എന്നിട്ട് പിന്നെ ഉൾഭാഗം തേക്കുക. ഈ ഉള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെന്ററിൽ കാണുന്ന, മധ്യഭാഗം എന്ന് പറഞ്ഞാൽ സെന്ററിൽ കാണുന്ന ഭാഗം. അപ്പൊ ആ രൂപത്തിലാണ് അത് തേച്ച് തുടങ്ങേണ്ടത്. അപ്പൊ പുറംഭാഗം തേച്ച്, പിന്നെ ഉൾഭാഗം തേച്ച്, പിന്നെ മധ്യഭാഗം തേക്കുക. അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, ആദ്യം മുകളിലത്തെ നിരയിലെ വലതുഭാഗത്തിലെ മുകളിലത്തെ ഭാഗത്തിലെ പുറംഭാഗം ആദ്യം തേക്കാം, അത് കഴിഞ്ഞിട്ട് ഉൾഭാഗം തേക്കാം, അത് കഴിഞ്ഞിട്ട് മധ്യഭാഗം തേക്കാം. മനസ്സിലായിട്ടുണ്ടാവും. ഈ ലാസ്റ്റ് പറഞ്ഞ രൂപത്തിൽ കൃത്യമായി ചെയ്യാം. പുറംഭാഗം മുകൾ ഭാഗത്തിലെ വലതുഭാഗത്തിലെ പുറംഭാഗം ആദ്യം തേക്കാം, എന്നിട്ട് ഉൾഭാഗം തേക്കാം, അത് കഴിഞ്ഞിട്ട് മധ്യഭാഗം തേക്കാം. ആ രൂപത്തിലാണ് തേക്കേണ്ടത്. അതേപോലെ തന്നെ താഴെയുള്ള ഭാഗവും തേക്കാനുണ്ട്. താഴെയുള്ള ഭാഗം ആദ്യം താഴ്ഭാഗത്തിലെ പുറംഭാഗം തേക്കാം, പിന്നെ ഉൾഭാഗം തേക്കാം, പിന്നെ മധ്യഭാഗം തേക്കാം. ഈ രൂപത്തിൽ തേക്കാം. ഇങ്ങനെ ഇടതുഭാഗത്തെ തേക്കാം. ഇപ്പൊ ഇത് വലതുഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വലതുഭാഗത്തെ മുകളിലെ ഭാഗം കഴിഞ്ഞു, വലതുഭാഗത്തെ താഴ്ഭാഗം കഴിഞ്ഞു. അതേപോലെ ഇടതുഭാഗത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ തേക്കാം. അത് കഴിഞ്ഞിട്ട് നാവ്, അത് കഴിഞ്ഞ് അണ്ണാക്ക്. ഇങ്ങനെയാണ് സുന്നത്തായ രൂപം. അപ്പൊ സുന്നത്തായ രൂപം ഇപ്പൊ എങ്ങനെ പറഞ്ഞത്, വലതുഭാഗത്തിലെ മുകൾ ഭാഗത്തിലെ പുറം, പിന്നെ ഉള്ള്, പിന്നെ മധ്യം, വലതുഭാഗത്തിലെ തന്നെ താഴ്ഭാഗത്തിലെ പുറം, ഉള്ള്, മധ്യം, അത് കഴിഞ്ഞ് ഇടതുഭാഗത്തിലെ മുകൾ ഭാഗം, ഇടതുഭാഗത്തിലെ മുകൾ ഭാഗത്തിലെ പുറം, ഉള്ള്, മധ്യം, ഇടതുഭാഗത്തിലെ താഴ്ഭാഗത്തിലെ പുറം, ഉള്ള്, മധ്യം. ഇങ്ങനെയാണ് തേക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നാവ്, അത് കഴിഞ്ഞിട്ട് അണ്ണാക്ക്. ഇങ്ങനെയാണ് സുന്നത്തായ ബ്രഷ് ചെയ്യേണ്ട രൂപം. അത് കഴിഞ്ഞ് 20ാമത്തെ സുന്നത്ത്, നമ്മളിപ്പോ പറഞ്ഞ് 20 എത്തി. 20ാമത്തെ സുന്നത്ത് ബ്രഷ് ചെയ്ത ശേഷം അത് ഇടത് ചെവിയുടെ പിറകിൽ വെക്കുക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക സുന്നത്തായിട്ട് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്തിന്റെ ചെവിക്ക് പിറകിൽ വെക്കുക എന്നുള്ളത്. ആവശ്യം കഴിഞ്ഞ് 21ാമത്തെ സുന്നത്ത്, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വെക്കുമ്പോൾ ബ്രഷ് കിടത്തി വെക്കാതിരിക്കുക എന്നുള്ളതാണ് 21ാമത്തെ സുന്നത്ത്.
ഇങ്ങനെയുള്ള 21 സുന്നത്തുകൾ ബ്രഷ് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട സുന്നത്തുകളാണ്. ഇതൊക്കെ നമ്മുടെ മദ്ഹബിന്റെ കിതാബുകളായ ഫിഖഹിന്റെ കിതാബുകളിലെ, ഷാഫി മദ്ഹബിലെ കിതാബുകളിലൊക്കെ ഇത് കൃത്യമായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ പൂർവ്വസൂരികളൊക്കെ വുളു എടുക്കുമ്പോൾ ഇതേപോലെ വുളു എടുക്കുമ്പോൾ സുന്നത്തിലെ ഒരു സുന്നത്തിന്റെ പാലിക്കേണ്ട ചെറിയ ചെറിയ സുന്നത്തുകളാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ പറഞ്ഞ എന്താ? വുളുവിന്റെ സുന്നത്തും അല്ല, വുളുവിന്റെ സുന്നത്തായ ഒരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യാന്നുള്ളത്. ആ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ സുന്നത്താണ് ഇപ്പൊ പറഞ്ഞതൊക്കെ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഇങ്ങനെ പാലിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക പ്രതിഫലങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ഇതിലൊക്കെ എത്ര സുന്നത്തുകൾ നിങ്ങൾ ചെയ്യാറുണ്ട്? നിങ്ങൾക്കൊക്കെ എത്ര സുന്നത്തുകൾ അറിയാം? ഇതിലെ ഇപ്പൊ പറഞ്ഞ ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാവും. ഇതൊക്കെ ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളായ 10 വാല്യങ്ങളുള്ള മഹാനരായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ എഴുതിയ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. വലിയ കിതാബ, വലിയ ഉസ്താദുമാർക്ക് മാത്രം ദർസ് നടത്താൻ പറ്റുന്ന നല്ല ഒരു നമ്മുടെ മദ്ഹബിലൊക്കെ പ്രധാനമായിട്ട് ഷാഫി മദ്ഹബിൽ അവലംബിക്കുന്ന ഒരു കിതാബാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. 10 വാല്യങ്ങളുണ്ട് ആ കിതാബ്. അതേപോലെ നിഹായ, അതേപോലെ ഖുർദി, മൗഹിബ, ബുശ്റൽ കരീം, ഫത്ഹുൽ മുഈൻ, ഇആനത്തു ത്വാലിബീൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കിതാബുകളിലൊക്കെ നോക്കിയാൽ ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അങ്ങനെ സുന്നത്തുകളൊക്കെ പൂർണ്ണമായും പാലിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലമുണ്ടാകും. നമ്മൾ അതിനുശേഷം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് നല്ല അസർ ലഭിക്കും, നല്ല ഫലം ലഭിക്കുന്നല്ല. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഇത് എന്തെല്ലാം ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ? ഇതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ്. നമ്മുടെ ദീനിന്റെ വിഷയങ്ങളിലൊന്നും ചോദ്യങ്ങളില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അത് ദീൻ എന്താണോ കൽപ്പിച്ചത് അത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്. അത് ദീൻ എന്ത് കൽപ്പിച്ചോ അത് ചെയ്യാന്നുള്ളതാണ്. അതിന് ബുദ്ധിക്ക് നിരക്കുന്ന കാര്യം ഇല്ല എന്നതിനർത്ഥമില്ല. അത് ബുദ്ധിയോട് യോജിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി അത് ബുദ്ധിയോട് യോജിക്കൂലേ? എല്ലാം യോജിക്കുന്നതാണ്. പലതിനും ശാസ്ത്രീയമായ പല വശങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കൂല. എന്റെയോ നിങ്ങളുടെയോ ഒക്കെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കില്ല. നമ്മളറിയാത്ത ഒരുപാട് സിർറുകൾ അതിലുണ്ട്. ഇപ്പൊ എനിക്കെന്നെ നമ്മളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് കിതാബുകൾ ഓതുന്ന സമയത്ത് പോലും ശരിക്കും വിശുദ്ധ ഖുർആൻ തൊടാനാണ് വുളു വേണ്ടത്. പക്ഷെ നമ്മളൊക്കെ കിതാബുകൾ ഓതുന്ന സമയത്ത് പോലും വുളു എടുത്തിട്ടാണ് നമ്മൾ ഇരിക്കുക. അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യം കൂടിയാണ് വുളു എടുത്തിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ എല്ലാ സമയത്തും വുളു ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ ദായിമുൽ വുളു ദായിമാക്കുന്ന ആളുകൾക്ക് ഒരു സിഹറും സംഭവിക്കൂല എന്നാ. നമ്മളൊന്നും ശ്രദ്ധിക്കൂല. നമുക്കെന്താ സിഹർ എപ്പോഴെങ്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 60,000 70,000 റുപ്യൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പൂജകളൊക്കെ ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് 1 ലക്ഷം 2 ലക്ഷം 90,000 ഒക്കെ കൊടുത്തിട്ട് സിഹർ ബാത്തിലാക്കണം. അല്ലാതെ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല. അതിനൊന്നും താല്പര്യമില്ലായിരിക്കും. അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. സിഹറൊന്നും സംഭവിക്കുന്നില്ല. ദായിമുൽ വുളു ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് വുളു ദായിമാക്കി. അതുകൊണ്ടൊരു വേറൊരു നേട്ടം കൂടി ഉണ്ട്. നമ്മൾ മരണപ്പെടൽ എപ്പോഴാന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? നാളെ ആകുമ്പോഴേക്ക് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? എത്ര വയസ്സുണ്ട് നമുക്കൊക്കെ? 40 വയസ്സുള്ളവർ, 50 വയസ്സുള്ളവർ, 60 വയസ്സുള്ളവർ, 70 വയസ്സുള്ളവരൊക്കെ ഇല്ലേ? ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഡേറ്റ്, പലരും എക്സ്പയർഡ് ആയിട്ടുണ്ട്. നമുക്കൊക്കെ ഒരു അവധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇത്ര സമയം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഒരു അവധി നിങ്ങളുടെ മനസ്സിലുണ്ടോ? 72 വരെ, 42 വരെ, 43 വരെ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. 72 വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ 22 വയസ്സുള്ള ആൾക്കൊക്കെ സമാധാനിക്കുക, അത്രയും ഉണ്ടല്ലോ എന്നുള്ളത്. 70 ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് വയസ്സ് എത്ര കാലം നമ്മൾ ജീവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വുളു ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വുളു എടുക്കാനാകെ 1, 2, 3 മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ. ആ വുളു എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് എടുക്കുക.
അപ്പൊ പിന്നെ അഥവാ മരണം സംഭവിച്ചാൽ വുളുഓടുകൂടി നമുക്ക് മരണപ്പെടാൻ സാധിക്കും. അതൊരു വലിയ നേട്ടാണ്. ഈ ബ്രഷ് ചെയ്യൽ സുന്നത്തുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബ്രഷ് ചെയ്യൽ സുന്നത്തായ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ബ്രഷ് ചെയ്യൽ സുന്നത്തുള്ളത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ അറിയാം? നമുക്കറിയാം ദിക്ർ ചൊല്ലുന്നതിന്റെ മുമ്പ്, അതേപോലെ തന്നെ മരണമാസന്നമാകുന്ന സമയത്ത്, രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അത്താഴ സമയത്ത്, ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം, ഇങ്ങനെയൊക്കെ നമുക്കറിയാം. എന്നാൽ ഇങ്ങനെ 26 സമയങ്ങളിൽ ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകൾക്ക് ഇത്തരം സുന്നത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് അറിയിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇടക്കിടക്ക് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കാമിലായ വുളു എന്നൊക്കെ പറയുമ്പോൾ ഓരോ സുന്നത്തിലും ഓരോ ഫർദിലും പാലിക്കേണ്ട സുന്നത്തുകൾ മാത്രം പറഞ്ഞ് നമുക്ക് സംസാരിക്കാൻ കഴിയും. അത്രമേൽ സുന്നത്തുകളുണ്ട്, അത്രമേൽ സുന്നത്തുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പലരും സുന്നത്തുകളൊക്കെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് അങ്ങനെ ഒരു സുന്നത്ത് ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല, ആ ഒരു മെന്റാലിറ്റി അല്ല. അങ്ങനെ ഒരു സുന്നത്തുള്ളത് അറിയൂല. ഇപ്പൊ നമുക്കറിയാം ബ്രഷ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മളതില് അവസാനം പറഞ്ഞ സുന്നത്ത് എന്താ? ആവശ്യം കഴിഞ്ഞ് ബ്രഷ് ചെയ്തതിന്റെ ശേഷം അത് തിരിച്ചു വെക്കുന്ന സമയത്ത് ബ്രഷ് കിടത്തി വെക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതിങ്ങനെ നാട്ടി വെക്കണം എന്നുള്ളതാണ്, അങ്ങനെ കിടത്തി വെക്കരുത്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് റിസ്ക് ഉള്ള സുന്നത്താണോ? എന്തെങ്കിലുമൊക്കെ എടങ്ങറായിട്ട് ചെയ്യേണ്ട സുന്നത്താണോ? അല്ലല്ലോ. നമ്മൾ ബ്രഷ് ചെയ്ത് കൊണ്ടേ വെക്കുമ്പോ ഇതുവരെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെയാണ് വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങനെ വെക്കാതെ ഇങ്ങനെ വെക്കാനല്ലേ പറയുന്നത്, ഇങ്ങനെ ചാരി വെക്കുക, നാട്ടി വെക്കാന്നല്ല പറയുന്നത്. അപ്പൊ നോക്കൂ, അത് എടങ്ങറില്ലാത്ത സുന്നത്ത, എന്നാലും നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ നമുക്കൊന്ന് ഉണർത്തി തന്നാൽ മാത്രം പാലിക്കേണ്ട ചില സുന്നത്തുകളാണത്. അപ്പൊ അത്തരം സുന്നത്തുകളാണ് ഇതിൽ കൂടുതലും. ഇപ്പം ബ്രഷ് ഒരു ചാണിനേക്കാൾ വലിപ്പമേറാതിരിക്കുക എന്നുള്ളൊരു സുന്നത്ത് നമ്മൾ പറഞ്ഞു അല്ലേ. വലാ യസീദു തൂലുഹു അലാ ശിബ്ർ, ഒരു ചാണിനേക്കാൾ കൂടുതലാകാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോ അതിപ്പോ ഒരു സുന്നത്തന്നെ ഇടങ്ങറുള്ള സുന്നത്ത. എല്ലാ ദിവസവും പോയിട്ട് ബ്രഷിന്റെ അളവെടുത്ത് അതൊരു ചാണിന്റെ അത്ര അതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി, അങ്ങനെ ഒരു ഇടങ്ങറുണ്ടോ അതിന്? ആ സുന്നത്തെടുക്കാൻ ഒരു ഇടങ്ങറുണ്ടോ? ഇല്ല. അത് നമ്മള് സ്ഥിരമായി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമ്പോൾ, ഞാൻ ഇന്ന് ബ്രഷ് ചെയ്യുന്നത് ഒരു ചാണിനേക്കാൾ കുറഞ്ഞ സുന്നത്ത് പാലിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും പല കാര്യങ്ങളും അറിയാത്തതിന്റെ പേരിൽ അത് സുന്നത്താണോ അല്ലയോ എന്ന് പോലും നമുക്കറിയുന്നില്ല. ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അങ്ങനെയായിരിക്കും ഇതിൽ പലതും. അപ്പൊ അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് സുന്നത്തുകളൊക്കെ പാലിച്ച് പൂർണ്ണമായ വുളു എടുത്ത് നമ്മുടെ അമലുകളൊക്കെ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ഇജാബത്ത് നൽകട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരിക. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.